ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാസ്പോർട്ട് ഇന്ത്യയുടെ പുതിയ പോർട്ടൽ വഴി എങ്ങനെ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. രജിസ്റ്റർ ചെയ്ത് അപേക്ഷിച്ച് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നത് വരെയുള്ള ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഷും റിന്യൂവലും നോക്കുന്നുണ്ട്. പുതിയ പാസ്പോർട്ടിനും പാസ്പോർട്ട് പുതുക്കുന്നതിനും എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട്. RFID ചിപ്പും ആപ്ലിക്കൻറ്റിൻ്റെ ബയോമെട്രിക്സ് ഡീറ്റെയിൽസും ഒക്കെ അടങ്ങിയ ഈ പാസ്പോർട്ടാണ് പുതിയതായിട്ട് ലഭിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും അപ്പോയിൻമെൻറ്റ് റീഷെഡ്യൂൾ ചെയ്യുന്നതും ക്യാൻസൽ ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരണം വീഡിയോയിൽ നൽകുന്നുമുണ്ട്. പാസ്പോർട്ട് സംബന്ധമായ മറ്റ് വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. പാസ്പോർട്ട് ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ ഇവ ലഭ്യമാണ്. മറ്റ് സാങ്കേതികമായ സംശയങ്ങളുണ്ടെങ്കിൽ ആ വീഡിയോകൾ കാണാവുന്നതാണ്. വളരെയധികം സമയമെടുത്ത് റെഫറൻസ് നടത്തി എഫർട്ട് എടുത്താണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാസ്പോർട്ട് ഇന്ത്യയുടെ യൂസർ ഫ്രണ്ട്ലിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ചാലുടൻ ഇങ്ങനെ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ക്ലോസ് ചെയ്യാവുന്നതാണ്. പഴയ വെബ്സൈറ്റിൽ നിന്നും നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കിയാൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. റീജിയൻ വൈസ് പുതിയ വെബ്സൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റീജിയനിലും താമസിയാതെ തന്നെ അപ്ഡേറ്റ് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ കൊടുത്ത് നമുക്ക് ലോഗിൻ പേജിലേക്ക്, പുതിയ വെബ്സൈറ്റിൻ്റെ ലോഗിൻ പേജിലേക്ക് പോവുകയും ചെയ്യാവുന്നതാണ്. വീണ്ടും നമ്മൾ വെബ്സൈറ്റിലേക്ക് വന്നാൽ ഇവിടെ ഓരോ ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് ചെക്ക് അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റിയും കാണാവുന്നതാണ്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് തിരഞ്ഞെടുത്ത് ആ RPOയുടെ കീഴിൽ ഏതൊക്കെ PSK പാസ്പോർട്ട് സേവാ കേന്ദ്ര ഉണ്ടെന്ന് അറിയുവാൻ സാധിക്കും. ഇവിടെ തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി അങ്ങനെ 3 പാസ്പോർട്ട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളാണുള്ളത്. അതിനുശേഷം തൊട്ട് താഴെ ചെക്ക് അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തൽക്കാലിനും നോർമൽ പാസ്പോർട്ടിനും PCCക്കും ഒക്കെ ഏതൊക്കെ ഡേറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ PSK ഏതാണെന്ന് അറിയുകയും ചെയ്യാം. ഒരു RPOയിൽ പെട്ട PSKയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അപേക്ഷിക്കുവാനും സാധിക്കുന്നതാണ്. അതുപോലെ ഹോം പേജിൽ തന്നെ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ലിങ്കും കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്ത് നമ്മളുടെ പാസ്പോർട്ട് എന്നുള്ളത് തിരഞ്ഞെടുത്ത് ഡീറ്റെയിൽസ് കൊടുത്ത് പാസ്പോർട്ടിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുവാനും സാധിക്കുന്നതാണ്. ഹോം പേജിൽ തന്നെ കുറച്ച് താഴോട്ട് വന്നാൽ അനക്സേഴ്സ് ആൻഡ് അഫിഡവിറ്റ്സ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള അനക്സറും അഫിഡവിറ്റും ഒക്കെ ലഭിക്കുന്നതാണ്. കുട്ടികളുടെ പാസ്പോർട്ടിനും അതേപോലെ NOCക്കും ഒക്കെ ആവശ്യമായ അഫിഡവിറ്റും അനക്സേഴ്സും ഒക്കെ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പുതിയതായി പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിനും പുതുക്കുന്നതിനും PCCക്ക് അപേക്ഷിക്കുന്നതിനുമൊക്കെ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്താണ് ചെയ്യേണ്ടുന്നത്. മുകളിൽ ലോഗിൻ എന്നും രജിസ്റ്റർ എന്നും 2 ടാബുകൾ കാണാം. അതിൽ രജിസ്റ്ററിൽ പ്രസ് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാനായി മുകളിൽ കാണുന്ന രജിസ്റ്റർ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് ലഭിക്കുകയും ഇവിടെ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ വളരെ ലഘൂകരിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞു കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കാലിക്കറ്റ് അങ്ങനെ 3 റീജിയണൽ പാസ്പോർട്ട് കേന്ദ്രങ്ങളാണുള്ളത്. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് അവിടെ തിരഞ്ഞെടുക്കണം. എനിക്കിവിടെ തിരുവനന്തപുരമാണ് കൊല്ലം ഓഫീസ്. ഈ ഓഫീസിന് കീഴിൽ വരുന്ന PSK പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലാണ് നമ്മൾ അപ്പോയിൻമെൻറ്റിനായിട്ട് പോകേണ്ടുന്നത്. തൊട്ട് താഴെ പേര്, ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനും തൊട്ട് താഴെയായിട്ട് ഒരു ഇമെയിൽ ID കൊടുക്കണം. അതിനും താഴെയായിട്ട് ഈ ഇമെയിൽ ID തന്നെ യൂസർ ID ആയിട്ട് വേണമെങ്കിൽ യെസ് കൊടുക്കാം. അതല്ലെങ്കിൽ നോ കൊടുത്തിട്ട് പുതിയൊരു മെയിൽ യൂസർ ID അവിടെ കൊടുത്തിട്ട് ചെക്ക് അവൈലബിലിറ്റി പരിശോധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം താഴെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ആൽഫ ന്യൂമറിക്കൽ ആയിരിക്കണം. ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സൈനപ്പ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു പേര് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ 5 ആപ്ലിക്കേഷൻ വരെ അയക്കാമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സൈനപ്പിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മുകളിൽ കൊടുത്ത ഇമെയിലിലേക്ക് OTP പോയിട്ടുണ്ട്. മെയിൽ ഓപ്പൺ ചെയ്ത് അവസാനം കാണുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് സൈനപ്പ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് അവസാനിക്കുന്നതും നമുക്കൊരു യൂസർ IDയും പാസ്വേഡും ലഭിക്കുന്നതുമാണ്. അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നെ ഹിൻഡ് ക്വസ്റ്റ്യനും മൊബൈൽ നമ്പരും പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ബാക്ക് ടു ലോഗിൻ എന്ന് താഴെ കാണുന്ന ആ ലിങ്ക് വഴി നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഹോം പേജിൽ വന്ന് മുകളിൽ കാണുന്ന ലോഗിൻ വഴിയും നമുക്ക് ലോഗിൻ ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ലോഗിൻ പേജിലെത്തിയതിന് ശേഷം നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ലഭിച്ച ആ ലോഗിൻ ID
അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്നുകിൽ പാസ്വേഡ് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത പാസ്വേഡ് പാസ്വേഡ് എന്നുള്ളത് എനേബിൾ ചെയ്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ OTP എനേബിൾ ചെയ്ത് ഗെറ്റ് OTP കൊടുത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത മെയിൽ ID വരുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തും നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്തിരിക്കുകയാണ്. അതാണ് കൂടുതൽ സൗകര്യപ്രദം. ഇതാണ് ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡ്. ഇവിടെ വലത് സൈഡിൽ മുകളിൽ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് അപ്ഡേറ്റ് പ്രൊഫൈൽ എടുത്ത് നമുക്ക് മൊബൈൽ നമ്പരും ഹിൻഡ് ക്വസ്റ്റ്യനും ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നിർബന്ധമില്ല, വേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഡാഷ്ബോർഡിൽ തന്നെ ഇടത് സൈഡിൽ കാണുന്ന ടാബുകളിൽ ഫീ കാൽക്കുലേറ്റർ കൊടുത്ത് പാസ്പോർട്ട് എടുത്ത് അതിൽ നമുക്ക് നോർമലും തൽക്കാലും അതേപോലെ തന്നെ ഫ്രഷ് പാസ്പോർട്ട്, റീഇഷ്യൂ പാസ്പോർട്ട്, 15 വയസ്സിന് മുകളിലുള്ളത്, 15 വയസ്സിൽ താഴെയുള്ളത്, അങ്ങനെ വിവിധ കാറ്റഗറികളിലായിട്ട് തൽക്കാലിൻ്റെയും നോർമലിൻ്റെയും ഒക്കെ റേറ്റ് എത്രയാണെന്ന് ഇവിടെ കണ്ടെത്തുവാൻ സാധിക്കും. അതുപോലെ ഇടത് സൈഡിൽ തന്നെ ഡോക്യുമെൻ്റ് അഡ്വൈസർ എന്നൊരു ടാബ് കൂടി കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുവാനും സാധിക്കുന്നതാണ്. ഇവിടെ തന്നെയുള്ള മൈ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്താൽ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെയൊക്കെ വിശദാംശങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. സർവീസിൽ പ്രസ് ചെയ്താൽ നമ്മൾ കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെയാണ് കാണിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട്, റീഇഷ്യൂ പാസ്പോർട്ട്, പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള ലിങ്ക് അതാണ്. അതുപോലെ തന്നെ അപ്ലൈ ഫോർ PCC, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതിനുള്ള ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ലിങ്കുകളൊക്കെ താഴോട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. ഇത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടും ആവശ്യമുള്ളത്. ഞാനിവിടെ ആദ്യത്തെ അപ്ലൈ ഫോർ ഫ്രഷ് റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട്, പുതിയതിനും റിന്യൂവലിനുമുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഫ്രഷിനും റീഇഷ്യൂവിനും, പുതിയതിനും റിന്യൂ ചെയ്യാനും പുതുക്കാനുമുള്ളതിന് ഏതാണ്ട് ഒരേ പ്രോസസ്സ് തന്നെയാണ്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് പറഞ്ഞു പോവുകയാണ്. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരുകയും ഇവിടെ പാസ്പോർട്ട് നമ്പർ കൊടുത്ത് OTP കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വർക്ക് ആവുന്നില്ല ശരിക്കിപ്പോൾ. നമുക്കിവിടെ ഇപ്പോൾ ചെയ്യേണ്ടുന്നത് അവിടെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. സ്കിപ്പ് കൊടുത്താൽ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അങ്ങനെ സ്കിപ്പ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് റീജിയണൽ പാസ്പോർട്ട് കേന്ദ്രം തിരഞ്ഞെടുത്താണോ രജിസ്റ്റർ ചെയ്തത് അത് അവിടെ പ്രത്യക്ഷപ്പെടുകയും നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ പാസ്പോർട്ട് ടൈപ്പ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ടും ഉണ്ട്, റീഇഷ്യൂ പാസ്പോർട്ടും ഉണ്ട്. ഫ്രഷ് എന്നാൽ പുതിയ അപേക്ഷ, പുതിയതായിട്ട് പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിനാണ്. റീഇഷ്യൂ പാസ്പോർട്ട് പുതുക്കുന്നതിനാണ്, റിന്യൂ ചെയ്യുന്നതിനെയാണ്. ടൈപ്പ് ഓഫ് ആപ്ലിക്കൻ്റ് നോർമലുമുണ്ട്, തൽക്കാലുമുണ്ട്. നോർമൽ റേറ്റിൽ വ്യത്യാസമുണ്ട്. തൽക്കാലിൽ 3 പ്രൂഫുകൾ നിർബന്ധമാണ്. അടുത്തത് പാസ്പോർട്ട് ബുക്ക്ലെറ്റ് ടൈപ്പാണ്. അത് 36 പേജസ് കൊടുത്താൽ മതിയാകും. കൂടുതൽ വേണ്ടുന്നവർക്ക് അങ്ങനെ കൊടുക്കാം. ഇനി നിങ്ങൾ റീഇഷ്യൂ പാസ്പോർട്ട് പുതുക്കാനുള്ള ലിങ്കാണ് എനേബിൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ താഴോട്ട് കുറേ ലിങ്കുകൾ വരും. ഇതിൽ ആവശ്യമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ നിർബന്ധമായും കൊടുക്കേണ്ടത് ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് പാസ്പോർട്ട് എക്സ്പയർഡ് വിത്തിൻ 3 years ഓർ ഡ്യൂ ടു എക്സ്പയർ. അതാണ് ഇനി പുതുക്കാനുള്ളവരും 3 കൊല്ലത്തിനകം മുടങ്ങി 3 കൊല്ലത്തിനകത്തുള്ളവരും കൊടുക്കേണ്ടുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ പാസ്പോർട്ട് എക്സ്പയർഡ് മോർ ദാൻ 3 years, 3 വർഷത്തിൽ കൂടുതലുള്ളവർക്ക് അത് ആ ഒരു റൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കണം. അടുത്തത് മുകളിൽ തന്നെ പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് എന്നൊരു കോളമുണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പേഴ്സണൽ പർട്ടിക്കുലേഴ്സിൻ്റെ കുറേ ലിസ്റ്റുകൾ വരുന്നതാണ്. സ്പൗസിനെ കൊടുക്കാനോ ഒക്കെ ഉള്ളത്. അത് ആവശ്യമുള്ളവർക്ക് അതും കൊടുക്കാം. കൂടുതൽ വിശദമായി കാര്യങ്ങളൊക്കെ അറിയേണ്ടുന്നവർക്ക് പാസ്പോർട്ട് സംബന്ധമായിട്ട് 3-4 വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കാണാവുന്നതാണ്. സാങ്കേതികമായ മറ്റ് സംശയങ്ങളൊക്കെ ആ വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. പാസ്പോർട്ട് ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ ഈ വീഡിയോകളൊക്കെ ലഭ്യവുമാണ്. തൽക്കാൽ പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഞാനിവിടെ ഫ്രഷ് പാസ്പോർട്ട് കൊടുത്ത് മറ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. റിന്യൂവലിൻ്റെയും ഒപ്പം പറഞ്ഞു പോകുന്നുണ്ട്. അടുത്തത് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടുന്നത്. ഗിവൺ നെയിം എന്നുള്ളിടത്ത് സ്കൂൾ റെക്കോർഡിലൊക്കെ ഉള്ള പേര് അതേപോലെ കൊടുക്കുക. സർനെയിം എന്നുള്ളിടത്ത് ഇനിഷ്യലിൻ്റെ എക്സ്പാൻഷനാണ് കൊടുക്കേണ്ടുന്നത്. പാസ്പോർട്ട് നിലവിൽ പുതുക്കുന്നവർ ആ പാസ്പോർട്ടിൽ നിലവിലുള്ള പാസ്പോർട്ടിൽ എന്താണോ അത് അതേപോലെ കൊടുത്താൽ മതിയാകും. ഗിവൺ നെയിം സർനെയിമിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടുന്നവർക്ക് ഗിവൺ നെയിം സർനെയിം എന്നുള്ള ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിരിക്കും. അടുത്തത് ജെൻഡർ കൊടുക്കുക. മറ്റ് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടോ, പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. യെസ് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ളത് അതേപോലെ കൊടുക്കുക. പാസ്പോർട്ട് പുതുക്കേണ്ടുന്നവർക്ക് പഴയ പാസ്പോർട്ടിലുള്ളത് അതേപോലെ കൊടുക്കണം. പ്ലേസ് ഓഫ് ബർത്തും കൊടുക്കണം. അതുപോലെ മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ പ്ലേസ് ഓഫ് ബർത്ത് ഔട്ട് ഓഫ് ഇന്ത്യ നോയാണ് കൊടുക്കേണ്ടുന്നത്. എസ് കൊടുത്താൽ മറ്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ബൈ ബർത്ത് ആണ് കൊടുക്കേണ്ടുന്നത്. മറ്റുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ മറ്റുള്ള വീഡിയോകളിൽ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നുണ്ട്. ഇവിടെയെല്ലാം നോ കൊടുത്ത് പോകാവുന്നതാണ് നോർമൽ അപേക്ഷകന്. അടുത്ത എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് അതേഴ്സോ പ്രൈവറ്റോ കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ ഓപ്ഷൻസ് ഉണ്ട്, അനുയോജ്യമായത് കൊടുക്കാം. ഗവൺമെൻറ് ഒക്കെ ആണെങ്കിൽ NOC വേണ്ടി വരും. ഇതൊക്കെ നേരത്തെയുള്ള വീഡിയോയിൽ വിശദമാക്കിയിട്ടുള്ളതാണ്. അടുത്തത് പേരൻസ് ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നാണ്, നോ കൊടുക്കാം. അല്ലെങ്കിൽ അനുയോജ്യമായത് കൊടുക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്
10th പാസ് കൊടുക്കാം, അല്ലെങ്കിൽ അനുയോജ്യമായത് അവിടെ കൊടുത്തിട്ടുണ്ട്. 10th പാസ്സിന് 10th പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ECNR കാറ്റഗറി നോയെ വരൂ. അവിടെ തന്നെ 50 വയസ്സിന് മുകളിലുള്ളവർക്കും കുട്ടികൾക്കും ECNR S തന്നെ കൊടുത്തു പോകണം. ECNRനെ കുറിച്ചും കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് വിശദമാക്കുന്നില്ല. ECNR എമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വയർഡ് ആക്കാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴത്തെ ലിങ്കിൽ പ്രസ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ മറ്റുള്ളതിനും ലിങ്കുകളിൽ പ്രസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് കാണാവുന്നതാണ്. താഴോട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. തൊട്ട് താഴെ പാൻ നമ്പരോ അതേപോലെ വോട്ടർ ID ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇതൊന്നും കമ്പൽസറി അല്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. തൊട്ട് താഴെയുള്ള ആധാർ നമ്പറിൽ S തന്നെ കൊടുത്തു പോകുന്നതായിരിക്കും നല്ലത്. ആധാറിലുള്ള അഡ്രസ്സ് അതേപോലെ ഉപയോഗിച്ച് പോകുന്നതായിരിക്കും സൗകര്യപ്രദം. വാലിഡേറ്റ് ചെയ്യേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർക്ക് ആധാറിലുള്ള അഡ്രസ്സ് അതേപോലെ കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ ആധാറിലെ നമ്പർ കൊടുത്തു പോകണം. റിന്യൂ ചെയ്യുന്നവർക്ക് ആധാറിലെ അഡ്രസ്സ് വ്യത്യസ്തമാണെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് കൊടുക്കാം. അവർക്കും ആധാർ നമ്പർ വേണമെങ്കിൽ കൊടുത്തു പോകാം. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. തുടർന്ന് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ഈ പേജ് നമുക്ക് ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കുവാനുള്ളതാണ്. ഫാദറിൻ്റെയും മദറിൻ്റെയും പേരും സർനെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. മാരീഡ് ആണെങ്കിൽ സ്പൗസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. കഴിഞ്ഞ 4-5 വീഡിയോകളിലായി ഇതൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ വീഡിയോകൾ ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ബാക്ക് പോയി നേരത്തെ കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട്, തിരുത്തണമെന്ന് തോന്നിയാൽ ഇവിടെ നമുക്ക് പ്രീവിയസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെയൊക്കെ തൊട്ട് അടുത്ത ബാക്കിലുള്ള പേജിലേക്ക് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ആപ്ലിക്കൻ്റ് ഹോം പേജിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ചെയ്തതിന് ശേഷം പിന്നീട് ലോഗിൻ ചെയ്ത് വന്നാലും ഇങ്ങനൊരു പേജിലായിരിക്കും എത്തിച്ചേരുക. ഇവിടെ നമുക്ക് റിട്രീവ് പാർഷ്യലി സേവ്ഡ് ഫോം എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തൊട്ട് താഴെ ഞാൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ കാണുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നെക്സ്റ്റ് കൊടുത്ത് അങ്ങ് പോവുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കൊടുത്തതൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകും. നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മാത്രം മതിയാകും. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത ഫാമിലി ഡീറ്റെയിൽസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ അഡ്രസ് ഡീറ്റെയിൽസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ആദ്യത്തെ ചോദ്യം പ്രസൻറ്റ് അഡ്രസ് ഔട്ട് ഓഫ് ഇന്ത്യ നോയാണ് കൊടുക്കേണ്ടത്. S കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അടുത്തത് ഹൗസ് നമ്പർ ആൻഡ് സ്ട്രീറ്റ് നെയിം എന്നുള്ളൊരു ബോക്സിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഏതാണ്ട് 48ഓളം ക്യാരക്ടേഴ്സ് അടങ്ങുന്ന അഡ്രസ്സ് PO ഉൾപ്പെടെ അഡ്രസ്സ് എത്രമാത്രം കൊടുക്കാമോ അത്രയും കൊടുക്കുക. അതിന് താഴെ വില്ലേജ്, സിറ്റി, ടൗൺ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രസൻറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടുന്നത് പാസ്പോർട്ടിന് എപ്പോഴും, അത് ശ്രദ്ധിക്കണം. ആധാർ പോലുള്ള ID പ്രൂഫിലുള്ള അഡ്രസ്സ് അതേപോലെ കൊടുക്കുക ഇപ്പോഴത്തെ. അതിനുശേഷം പിൻകോഡ് കൊടുത്തതിന് ശേഷം സ്റ്റേറ്റ് കൊടുത്ത് ഡിസ്ട്രിക്റ്റ് റൂറലുമുണ്ട് സിറ്റിയുമുണ്ട്. ഈ റൂറലും സിറ്റിയും കൊടുക്കുന്നതിനനുസരിച്ച് തൊട്ടിപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ മാറി വരുന്നതാണ്. നിങ്ങളെ പോലീസ് സ്റ്റേഷൻ റൂറലിലാണോ സിറ്റിയിലാണോ കിട്ടുന്നത് അതനുസരിച്ച് ഉചിതമായത് കൊടുക്കണം. അടുത്തത് മൊബൈൽ നമ്പർ. കൺട്രി കോഡൊന്നും ഇല്ലാതെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. വെരിഫിക്കേഷൻ ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും വിളിക്കുന്നത്. കറക്റ്റായിട്ടുള്ളത് കൊടുക്കുക. ഇമെയിൽ ID കമ്പൽസറിയാണ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത ഇമെയിൽ ID തന്നെ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. വേറെ വേണമെങ്കിലും കൊടുക്കാം. അടുത്തത് ഈസ് പെർമനൻറ്റ് അഡ്രസ്സ് അവൈലബിൾ. പെർമനൻറ്റ് അഡ്രസ്സ് വേറെയാണോ? S കൊടുത്തിട്ട് വേറെ പെർമനൻറ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സിന് വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴോട്ട് കൊടുക്കാം. പക്ഷേ അതിൻ്റെയും പ്രൂഫ് കൊടുക്കേണ്ടി വരും. വേറെ അഡ്രസ്സാണെങ്കിൽ അവിടെ വെരിഫിക്കേഷൻ പോകും, ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ നോ തന്നെ കൊടുക്കണം. ഞാനിവിടെ നോ കൊടുത്താണ് സാധാരണ ചെയ്യുന്നത്. ഞാൻ നോ തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഓക്കെ കൊടുക്കാവുന്നതാണ്. RPOയും PSKയും ഒന്നും മാറ്റാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിപ്പം ട്രിവാൻഡ്രം RPO റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് പുറത്തുള്ള ഇപ്പം കൊച്ചി, കാലിക്കട്ടുള്ളൊരു ആൾക്കാണ് ചെയ്യണമെങ്കിൽ ഈ ഒരു ID വെച്ച് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. പുതിയ ID ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എമർജൻസി കോൺടാക്റ്റ് ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. ഒന്നുമില്ലതിൽ നമ്മൾ ആദ്യം കൊടുത്ത ആപ്ലിക്കൻറ്റിൻ്റെ പേരും അഡ്രസ്സും കൊടുത്ത് മൊബൈൽ നമ്പർ നേരത്തെ കൊടുത്ത് തന്നെ കൊടുത്താൽ മതി. അത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ പേരൻറ്റിൻ്റെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുക്കാം. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു പോയാൽ ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരും. ഇവിടെ ഒന്നുമില്ല, എല്ലാം നോ തന്നെയാണ് കൊടുക്കേണ്ടത്. അവസാനത്തെ ഒന്ന് ശ്രദ്ധിച്ചോളുക. നമ്മൾ നേരത്തെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അത് തടഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ S കൊടുത്തതിൻ്റെ നമ്പർ കൊടുക്കണം, അത്രയേ ഉള്ളൂ. തുടർന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ എല്ലാം നോയാണ് കൊടുക്കേണ്ടത്. അതായത് പോലീസ് കേസോ ക്രിമിനൽ നടപടിക്രമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് S കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. നേരെ മറിച്ച് ഫൈൻ ഉൾപ്പെടെയുള്ള പെറ്റി കേസുകളൊന്നും ഇതിന് ബാധകവുമല്ല. അങ്ങനെയുള്ളവരൊക്കെ എല്ലാം നോ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാം നോ കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ റിന്യൂവൽ ചെയ്യുന്നവർക്ക്, പുതുക്കുന്നവർക്ക് ഇടയ്ക്കൊരു പേജും കൂടി അഡീഷണൽ ഉണ്ടാകും. അത് അവരുടെ നിലവിലുള്ള പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ്, പാസ്പോർട്ട് നമ്പരും ഡേറ്റ് ഓഫ് എക്സ്പയറിയും ഡേറ്റ് ഓഫ് ഇഷ്യൂയും അതേപോലെ തന്നെ ഇഷ്യൂയിങ് ഓഫീസും അതിന് താഴെയായിട്ട് ഫയൽ നമ്പർ എന്നൊരു കോളം കാണും. അത് പാസ്പോർട്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പേജിൽ അഡ്രസ് പേജിൽ താഴെയായിട്ട് ഫയൽ നമ്പർ കാണും. അത് കൊടുക്കാവുന്നതാണ്, കമ്പൽസറി അല്ല. ബാക്കി പ്രോസസ്സുകളൊക്കെ റിന്യൂ ചെയ്യുന്നവർക്കും പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർക്കും സെയിം തന്നെയാണ്.
അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ നമുക്കിനി ലഭിക്കാൻ പോകുന്ന പാസ്പോർട്ടിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ ലഭിക്കുന്നതാണ്. RFID ചിപ്പ് ഒക്കെയുള്ള ബയോമെട്രിക് ആപ്ലിക്കൻറ്റിൻ്റെ ബയോമെട്രിക് ഡീറ്റെയിൽസും ഒക്കെ അടങ്ങിയതായിരിക്കും പാസ്പോർട്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ബയോമെട്രിക് ഡീറ്റെയിൽസ് ഒക്കെ PSKയിലാണ് എടുക്കുന്നത്. പാസ്പോർട്ടിൻ്റെ ബാക്ക് പേജിൽ ഇപ്പോഴുള്ളതുപോലെ ഡീറ്റെയിൽസ് കാണില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇതിലിപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രിവ്യൂ സശ്രദ്ധം വായിച്ചു നോക്കി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രീവിയസ് പോയി തിരുത്തി വരാവുന്നതാണ്. ഇവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ മുകളിലായിട്ട് ഒരു റോ കാണാം. ആ റോയിൽ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മൾ ഫില്ല് ചെയ്ത് വന്നിരിക്കുന്നത് ഗ്രീൻ കളറിൽ. ഇനി നമുക്ക് ഏജ് പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അവിടെ കൊടുക്കണം. സ്കൂൾ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഏതാണെന്ന് വെച്ചാൽ തൊട്ട് താഴെ അഡ്രസ് ഡീറ്റെയിൽസിനുള്ള പ്രൂഫ് ഏതാണെന്ന് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID തുടങ്ങി കൊടുത്തിട്ടുണ്ട്. അനുയോജ്യമായത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡിജി ലോക്കർ ആക്സസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഞാനിവിടെ കൊടുക്കുന്നില്ല. അതിനുശേഷം താഴെ വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം സ്ഥലം രേഖപ്പെടുത്തിയതിന് ശേഷം സേവ് കൊടുക്കാവുന്നതാണ്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്, ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കവിടെ പ്രിവ്യൂ കാണാം. ആ പ്രിവ്യൂവിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു പ്രിവ്യൂ ലഭിക്കും. അതിൻ്റെ താഴെ വന്നതിൽ അതിൻ്റെ പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. പ്രിൻ്റ് എടുത്ത് വായിച്ച് നോക്കി എല്ലാം കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്കി സബ്മിറ്റ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. പ്രിൻ്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല, വായിച്ച് നോക്കിയാലും മതി. അതിനുശേഷം താഴോട്ട് വന്ന് അത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് നമ്മൾ പഴയ പേജിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ഇനി നമുക്ക് അവിടെ ഐ അഗ്രി ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് ഇങ്ങനെയൊരു പോപ്പപ്പ് വിൻഡോ വരികയാണ് ചെയ്യുന്നത്. ഇവിടെ പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്നും അതേപോലെ തന്നെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്നും 2 ലിങ്കുകളുണ്ട്. ഇതിൽ പ്രിൻറ്റിൽ പ്രസ് ചെയ്താൽ പിന്നെ നമ്മൾ ഹോം പേജിൽ പോയി ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എടുത്ത് വരേണ്ടി വരും. അതല്ലെങ്കിൽ പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഇപ്പോൾ തന്നെ മുന്നോട്ട് പോയി പേയ്മെൻറ്റ് നടത്തുവാനും സാധിക്കും. ഇടയ്ക്ക് തടസ്സങ്ങൾ വന്നാൽ നമുക്ക് ഹോം പേജിൽ പോയി ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് വരേണ്ടി വരും. അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. തുടർന്ന് വരുന്ന പേജിൽ മുകളിൽ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നു. ഇവിടെ PSK നമ്മൾ അപ്പോയിൻമെൻറ്റിനായിട്ട് പോകുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്ര തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചതാണത്. അനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഓക്കെ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് വലത് സൈഡിലായിട്ട് നമുക്ക് ആ RPയുടെ കീഴിൽ വരുന്ന PSKയിലൊക്കെ ലഭ്യമായിട്ടുള്ള ഡേറ്റുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കാണാവുന്നതാണ്. അതിനുശേഷം താഴോട്ട് വന്ന് നമുക്ക് ബുക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബുക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തടസ്സങ്ങൾ വന്നു തുടങ്ങിയ സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഇടത് സൈഡിൽ കിടന്ന ടാബുകളിൽ മൈ ആപ്ലിക്കേഷൻ എന്ന് കാണാം. ആ മൈ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അവിടെ വരുന്നത് കാണാം. ഇവിടെ ഒരെണ്ണം ഞാൻ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണ്, അതാണ് സക്സസ് എന്ന് കാണിക്കുന്നത്. പേയ്മെൻറ്റ് നടത്താത്തതാണ് തൊട്ട് മുകളിൽ കാണിക്കുന്നത്. അതിനോട് ചേർന്നൊരു 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ടിൽ കൊണ്ടുവന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ കോപ്പി എന്നും വ്യൂ എന്നും 2 ടാബുകൾ വരുന്നത് കാണാം. അതിൽ വ്യൂ എന്ന് കാണുന്നതിന് നേർക്ക് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ താഴോട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു പേജ് ലഭ്യമാകും. ഇവിടെ നമുക്ക് പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. താഴെ നമുക്ക് ട്രാക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ്, അതായത് നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് ഫെയിലിയർ ആയ ട്രാക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസിൽ പ്രസ് ചെയ്ത് മുകളിൽ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് അത് കൺഫേം പേയ്മെൻറ്റ് ഫെയിലിയർ ആണെന്ന് കൺഫേം ചെയ്യാവുന്നതും ഒക്കെയാണ്. സക്സസ് ആണെങ്കിൽ സക്സസ് ആണെന്ന് കാണിക്കുകയും ഒക്കെ ചെയ്യും. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇതിപ്പോഴും ചെയ്യേണ്ടുന്നത്. ഇനി ഇവിടെ പൊതുവിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന്. മുകളിലൊരു ലിങ്കും ഉണ്ട്, അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന്. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടത് സൈഡിൽ ആ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഏതാണെന്ന് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഓപ്ഷനുണ്ട്. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് അവിടെ ഡിജി ലോക്കറിൻ്റെ ഒരു പേജ്, ഒരു ലിങ്ക് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രാൻഡ് ഡിജി ലോക്കർ ആക്സസ് എന്നാണ്. അതായത് നമ്മൾ ആദ്യം അഡ്രസ് പ്രൂഫിൻ്റെയും അതേപോലെ ഏജ് പ്രൂഫും സെലക്ട് ചെയ്തപ്പോൾ അവിടെയും ഡിജി ലോക്കർ ആക്സസ് ഉണ്ടായിരുന്നു. പണ്ട് മുതലേ ഇതുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല, യാതൊരു ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യവുമില്ല. പല പ്രാവശ്യം ഇത് പറഞ്ഞതാണ്. ഇനി ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ഡിജി ലോക്കർ ആക്സസ് കൊടുത്തൊക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഞാനിതുവരെ അത് ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. പകരം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ PSKയിൽ പോകുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് പേയ്മെൻറ്റ് നടത്തി അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. ഇവിടെ മൈ ആപ്ലിക്കേഷൻ എടുത്ത് 3 വരയിൽ പ്രസ് ചെയ്ത് വ്യൂ എടുത്ത് താഴെയുള്ള പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിൽ പ്രസ് ചെയ്ത് അതിനുശേഷം താഴെ വന്ന് നമുക്ക് PSK ഒക്കെ തിരഞ്ഞെടുത്ത് താഴെ വന്ന് പോപ്പപ്പ് ഒക്കെ കൊടുത്ത് താഴെ വന്ന് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വീണ്ടും ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആപ്ലിക്കൻ്റെ ഡീറ്റെയിൽസും എമൗണ്ടും അവിടെ കാണിക്കുന്നതാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പേ നൗ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഇവിടെ നിന്ന് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. എപ്പോഴും പറയുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല.
ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അതിനുശേഷം OTP ഒക്കെ കൊടുത്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജിൽ എത്തിച്ചേരുകയും ഇവിടെയും നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യണം. എന്നിട്ടും പോയില്ലെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നേരത്തെ പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ചെയ്ത് പാസ്പോർട്ട് ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നതുമാണ്. അവിടെ നമുക്ക് പ്രിൻ്റ് അപ്പോയിൻമെൻറ്റ് റെസിപ്റ്റിൽ പ്രസ് ചെയ്ത് അതിനുശേഷം ആപ്ലിക്കേഷൻ റെസിപ്റ്റും പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ നിന്നും നമുക്ക് റിപ്പോർട്ടിംഗ് ടൈമും അപ്പോയിൻമെൻറ്റ് ടൈമും ഒക്കെ കാണിക്കുന്നതാണ്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സുമായിട്ട് PSKയിൽ തിരഞ്ഞെടുത്ത PSKയിൽ പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ മൊബൈലിലേക്ക് വരുന്ന SMS കാണിച്ചാലും മതിയാകുന്നതാണ്. വീണ്ടും പ്രിൻ്റ് എടുക്കണമെങ്കിൽ മൈ ആപ്ലിക്കേഷൻ എടുത്ത് അവിടെ അപ്പോൾ സക്സസ് എന്ന് കാണിക്കുന്നത് നമുക്ക് കാണാം. 3 വരയിൽ പ്രസ് ചെയ്ത് വ്യൂ കൊടുത്ത് അതിനുശേഷം താഴെ വന്ന് പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്ന് താഴെ ഉണ്ടാകും. അതുപോലെ തന്നെ റീഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് 3 പ്രാവശ്യം ടോട്ടൽ 3 ടൈംസ് നമുക്ക് റീഷെഡ്യൂൾ ചെയ്യുവാൻ സാധിക്കും. അതുപോലെ ക്യാൻസൽ അപ്പോയിൻമെൻറ്റ് കൊടുക്കുവാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട്. താഴെ വന്ന് പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എന്നൊരു ലിങ്കുണ്ട്. ആ ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് വീണ്ടും നേരത്തെ എടുത്തതുപോലെ ആപ്ലിക്കേഷൻ്റെ റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.